ഇനി വരാൻ പോകുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ഈ എയുടെ പ്രശ്നം അവിടെ ഉണ്ട്. അതിന്റെ പേരിലാണ് നമ്മൾ ഈ പ്രഡിക്ട് ചെയ്യുന്നത് ഇത്രയും പേരെ പിരിച്ചുവിടുന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് പരിപാടികളൊക്കെ നിർത്തുന്നൊക്കെയുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അതുകൂടി യാഥാർത്ഥ്യം അതുവരെ വന്നിട്ടുള്ളത് ഭീഷണി മാത്രമാണ്. അപ്പൊ അതുകൂടി യാഥാർത്ഥ്യം എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ പിരിച്ചുവിടപ്പെടുന്ന ആളുകളുടെ നമ്പർ വളരെ വലുതാവും. ചിലപ്പോൾ കമ്പനികൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ വരും. പിന്നെ ഇതേ ഒരു സാഹചര്യം നമുക്കിപ്പം TCSന്റെ വിഷയം ഇങ്ങനെ വാർത്തകളിലും എല്ലാം ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളൂ. ഇത് മറ്റു കമ്പനികളിലും അതുപോലെ തന്നെ ചെറിയ സ്റ്റാർട്ടപ്പുകളിൽ പോലും ഇത് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് കമ്പനികളെ ഇപ്പം മഹീന്ദ്ര ടെക് ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, അത്ര സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒരു രീതിയിലുള്ള പിരിച്ചുവിടൽ ചെറിയ തോതിലെങ്കിലും ആയിട്ട് തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടാതെ ഈ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഭവത്തിലും വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ബാംഗ്ലൂരിലും അതുപോലെ നമ്മുടെ ഗുർഗാവിലും നോയിഡയിലൊക്കെ ഈ വാക്കിൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ എടുക്കുക, എന്നിട്ട് ബ്ലോക്ക് ആയിട്ടൊക്കെ റോഡൊക്കെ ബ്ലോക്കിംഗ് ആയി ആൾ കയറാന്നൊക്കെ പറയുന്നത് കുറച്ച് മുന്നേ നമുക്കൊരു സമീപകാലം തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്ന മാസീവ് റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് വളരെ തുച്ഛമായിട്ട് ഇപ്പോൾ ഒരു ചെറിയ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ആൾക്കാരെ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വലിയ രീതിയിൽ പിടിച്ചെടുക്കുന്നില്ല. ചൈനീസും ഉണ്ട്, 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഏതാണ്ട് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള 70,000-ഓളം ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിലായിട്ട് തന്നെ ഈ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് ചില ആളുകൾ പറയുന്നു അവരെ നിർത്തിയിട്ട് മറ്റ് മേഖലയിലേക്ക് പോയതാന്ന് പറയുന്നു, നിർബന്ധിത പിരിച്ചുവിടലാന്ന് പറയുന്നു. പക്ഷെ എന്തായാലും ഇത്രയും 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വലിയ നമ്പർ ആളുകൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ പോയിട്ടുണ്ട്.